വൈഗ കൊലക്കേസിൽ പിതാവ് സനു മോഹന് ജീവപര്യന്തം തടവ് ശിക്ഷ. കൊലപാതകം ഒഴികെയുള്ള കുറ്റങ്ങളിൽ 28 വർഷം തടവ് അനുഭവിക്കുകയും വേണം. 1,20,000 രൂപ പിഴ അടയ്ക്കണമെന്നും എറണാകുളം പ്രത്യേക കോടതി വിധിച്ചു. ശ്യാം പ്രസാദ് ഉത്തമൻ ചേരുന്നുണ്ട്. ശ്യാം, വിധിയുടെ വിശദാംശങ്ങൾ. പ്രതീക്ഷ, വിധിയുടെ വിശദാംശങ്ങൾ ലഭ്യമായിട്ടുണ്ട്. സ്വന്തം കുഞ്ഞിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി സനു മോഹന ജീവപര്യന്തം ശിക്ഷയാണ് കോടതി വിധിച്ചിരിക്കുന്നത്. അതുകൂടാതെ 1,70,000 രൂപ പിഴയും ഒടുക്കണമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതിൽ വകുപ്പുകൾ തിരിച്ച് വ്യക്തമാക്കുകയാണ് എങ്കിൽ IPC 302 ജീവപര്യന്തവും 1,00,000 രൂപ പിഴയും, അതോടൊപ്പം തന്നെ IPC 201 5 വർഷം തടവും 10,000 രൂപ പിഴയും, അതോടൊപ്പം തന്നെ IPC 228 10 വർഷം തടവും, അതോടൊപ്പം തന്നെ 25,000 രൂപ പിഴയും. പിന്നീട് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് 77 3 വർഷം തടവും 10,000 രൂപ പിഴയും. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് 75 10 വർഷം തടവും 25,000 രൂപ പിഴയും. അങ്ങനെ ആകെ 28 വർഷത്തെ തടവും കൂടാതെ ജീവപര്യന്തം. ഈ 28 വർഷത്തെ തടവ് അനുഭവിച്ച ശേഷം ജീവപര്യന്തം അനുഭവിക്കണം എന്നതാണ് കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. അങ്ങനെ ആകെ പിഴ 1,70,000 രൂപയും പിഴ ഒടുക്കണമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ പിഴ ഇദ്ദേഹത്തിന് ഒടുക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ഇദ്ദേഹത്തിൻ്റെ പ്രോപ്പർട്ടികൾ വസൂലാക്കി പിഴ കണ്ടെത്തണം എന്നതാണ് കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ കേസ് പരിഗണിച്ച് പ്രതിയോട് ശിക്ഷ വിധിക്കുമ്പോൾ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന കാര്യം ജഡ്ജി ആരാഞ്ഞിരുന്നു. ആ ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞത് പ്രായമായ അമ്മയുണ്ട്, അമ്മയ്ക്ക് 70 വയസ്സായി, അമ്മയെ നോക്കണം എന്ന ഒരു കാര്യം പറയുകയുണ്ടായി. പക്ഷേ അപ്പോഴും ഓർക്കണം, സ്വന്തം കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ഒരാൾ, അതായത് സാമ്പത്തിക പ്രശ്നം പ്രതിസന്ധി മൂലം സ്വന്തം കുഞ്ഞിനെ കൊലപ്പെടുത്തിയ അയാൾ മറ്റൊരിടത്ത് സുഖമായി ജീവിക്കാൻ വേണ്ടി പുറപ്പെട്ട ഒരാൾ, അദ്ദേഹം കൂടി മരിച്ചു എന്ന് വരുത്തി തീർത്തക്ക തരത്തിലായിരുന്നു കാര്യങ്ങളെല്ലാം അദ്ദേഹം മെനഞ്ഞത്. അത് പിന്നീട് പോലീസ് കൃത്യമായ രീതിയിലുള്ള അന്വേഷണം നടത്തി. ആ അന്വേഷണത്തിനൊടുവിൽ 1 മാസത്തെ തിരച്ചിലിനൊടുവിലാണ് ഈ സനു മോഹനെ പിടികൂടുന്നത്. കർണാടകയിലെ കാർവാറിൽ നിന്ന് കർണാടക പോലീസിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇദ്ദേഹത്തെ പിടികൂടുന്നത്. തുടർന്ന് 85 ദിവസം കൊണ്ട് കുറ്റപത്രം തയ്യാറാക്കി സമർപ്പിച്ച കേസിലാണ് ഇന്നിപ്പോൾ വിധി വന്നിരിക്കുന്നത്. ഈ വിധിയിൽ പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടത് 28 വർഷത്തെ തടവ് ശിക്ഷയ്ക്ക് ശേഷം അദ്ദേഹം ജീവപര്യന്തം കൂടി അനുഭവിക്കണം എന്നതാണ് കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. ശ്യാമ്, വളരെ പ്രധാനമായ ഒരു കേസാണിത്. പ്രധാനപ്പെട്ട കേസായത് മാറുകയും ചെയ്തു. പ്രത്യേകിച്ച് മനസാക്ഷി ഉള്ളവർക്കൊന്നും ഈ കൃത്യത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. കാരണം പിതാവാണ് ഘാതകൻ. അതും ഓമനത്തമുള്ള ഒരു കുഞ്ഞിനെ, ഇനി എത്രയോ നാൾ ജീവിക്കേണ്ട ഒരു പൊന്നുമോളെയാണ് ഇല്ലാതാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് പോലീസ് തെളിവ് ശേഖരണത്തിന് അടക്കം ഒരുപാട് കഷ്ടപ്പെട്ടു, ചലഞ്ച് ഏറ്റെടുത്തു. വിവിധ സംസ്ഥാനങ്ങളിൽ പോയി തെളിവുകൾ ശേഖരിച്ചു, ശാസ്ത്രീയ തെളിവുകൾ സമാഹരിച്ചു. അതൊക്കെ കോടതിയിൽ പ്രധാനപ്പെട്ട തെളിവായി മാറുകയായിരുന്നുവോ? എന്തായിരുന്നു പ്രതിഭാഗത്തിൻ്റെ മറ്റ് എതിർവാദങ്ങളൊക്കെ കോടതിയിൽ ആ സമയങ്ങളിലൊക്കെ ഉണ്ടായതും? പ്രധാനപ്പെട്ട അഭിമാനിക്കാവുന്ന ഒരു ഘട്ടമെന്നത് കേരള പോലീസിനെ സംബന്ധിച്ചോളം ഇതിൽ തെളിവുകളൊക്കെ ഹാജരാക്കാനായി കഴിഞ്ഞു. അതിലൊരു പൂർണ്ണാർത്ഥത്തിൽ അത് വിധിയും സമ്പാദിക്കാൻ കഴിഞ്ഞു എന്നതും അടയാളപ്പെടുത്തേണ്ടതല്ലേ ശ്യാം? പ്രതീക്ഷ, ഈ പ്രതിഭാഗം ഇതിൽ പ്രധാനമായിട്ടും ഉന്നയിച്ചത് പ്രതിക്ക് സാമ്പത്തികമായിട്ടുണ്ടായ ബുദ്ധിമുട്ട്, ആ ബുദ്ധിമുട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കുടുംബത്തെ നോക്കാൻ പറ്റാതിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു കൊലപാതകം നടത്തേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും കുറഞ്ഞ ശിക്ഷ നൽകണം എന്ന ഒരു ആവശ്യമായിരുന്നു ആ പ്രതിഭാഗം ആവശ്യപ്പെട്ടിരുന്നത്. അപ്പോഴും സ്വന്തം മകളെ കൊലപ്പെടുത്തി അന്യദേശത്ത് മറ്റൊരാളായി ജീവിക്കുവാൻ വേണ്ടി പോയ ഇയാൾക്കെതിരെ കൃത്യമായ രീതിയിൽ എല്ലാ വകുപ്പുകളും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് പോലീസ് കുറ്റപത്രം തയ്യാറാക്കിയത്. ഇതിൽ ഈ കേസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇതിലെ പ്രതി തന്നെ പ്രധാന സാക്ഷിയായി മാറി എന്നതാണ്. ഈ കുറ്റകൃത്യം നടത്തിയ കാര്യങ്ങൾ ഇദ്ദേഹം വിവരിച്ചു. അവിടെ കൃത്യമായ തെളിവെടുപ്പുകൾ നടത്തി. അങ്ങനെ തൊണ്ടിമുതലുകളെല്ലാം ശേഖരിച്ചു. വസ്ത്രങ്ങൾ, അതോടൊപ്പം തന്നെ ഈ മദ്യം നൽകിയതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ, അങ്ങനെ എല്ലാം കണ്ടെത്തുകയായിരുന്നു. ഈ കുഞ്ഞിൻ്റെ വയറ്റിൽ 80 മില്ലിയോളം മദ്യം കണ്ടെത്തിയെന്നായിരുന്നു
റിപ്പോർട്ട്, അങ്ങനെ കൃത്യമായ രീതിയിൽ പഴുതടച്ച ഒരു അന്വേഷണം പോലീസ് നടത്തി. അതിൻ്റെ ഭാഗമായി തന്നെ 85 ദിവസങ്ങൾ കൊണ്ട് കുറ്റപത്രം നൽകിയ കേസാണ്. ഏകദേശം നിരവധിയായിട്ടുള്ള സാക്ഷികൾ, അതിൽ മറ്റൊരു പ്രധാന സാക്ഷി ഈ കുഞ്ഞിനെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറാണ്. കുഞ്ഞ് വെള്ളം കുടിച്ചാണ് മരിച്ചത് എന്ന് അദ്ദേഹം ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മൊഴി ഉൾപ്പെടെ ചേർത്തുകൊണ്ടാണ് ഈ കേസിൽ ഈ കുറ്റപത്രം നൽകിയത്. അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിൽ ഈ 5 കുറ്റങ്ങളും നിലനിൽക്കും എന്ന് തന്നെ കോടതി കണ്ടെത്തിയതോടുകൂടി പ്രോസിക്യൂഷന് ഏറെ ആശ്വാസകരമായി. പിന്നീട് ഓരോ കുറ്റങ്ങൾക്കും ലഭിക്കാവുന്ന മാക്സിമം ശിക്ഷ തന്നെ നൽകിയിട്ടുണ്ട് എന്ന ഒരു ആശ്വാസം കൂടിയുണ്ട്. പക്ഷേ വധശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത്. അപ്പോഴും ജീവപര്യന്തത്തിലേക്ക് മാറി. എങ്കിലും ഈ 28 വർഷക്കാലം അദ്ദേഹം ജയിലിൽ കിടന്ന ശേഷം മാത്രമാണ് പിന്നീട് ജീവപര്യന്തം അനുഭവിക്കേണ്ടത്. അതുകൂടാതെ ഈ പിഴ ഒടുക്കേണ്ടതുണ്ട്. ഈ പിഴ അദ്ദേഹത്തിന് ഒടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഈ വസ്തുവകകൾ കണ്ടെത്തി ആ പിഴ എടുക്കണം. അതും അല്ല എങ്കിൽ കൂടുതൽ ജയിൽ ശിക്ഷ കൂടി അനുഭവിക്കേണ്ടി വരും. അങ്ങനെ കൃത്യമായ രീതിയിൽ പ്രോസിക്യൂഷൻ ചെയ്യാവുന്ന എല്ലാ രീതിയിലുള്ള വാദങ്ങളും പ്രോസിക്യൂഷനും ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ 5 കുറ്റങ്ങളും നിലനിൽക്കുമെന്നും കോടതി കണ്ടെത്തി. അങ്ങനെയാണ് ഇന്ന് ഉച്ചയോടുകൂടി ഈ ജീവപര്യന്തം ഇപ്പോൾ ഈ നരാധമന് വിധിച്ചത്. പ്രോസിക്യൂഷൻ്റെയോ പ്രതിഭാഗത്തിൻ്റെയോ അഭിഭാഷകരുടെ പ്രതികരണം വല്ല വന്നിട്ടുണ്ടോ ശ്യാം? നിലവിൽ ഇപ്പോൾ കേസിൻ്റെ മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച ശേഷം അവർ പുറത്തേക്കിറങ്ങും. അതിനുശേഷം പ്രോസിക്യൂഷൻ്റെ പ്രതികരണം ഉണ്ടാകും. എന്തായിരിക്കും അവർ ആവശ്യപ്പെട്ടത്, ഈ കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും അവർ പങ്കുവെക്കും. നിലവിൽ ഈ 5 കുറ്റങ്ങളാണ് ചുമത്തപ്പെട്ടത്. ഈ 5 കുറ്റങ്ങളും ചുമത്തപ്പെട്ട 5 കുറ്റങ്ങളും കോടതി ശരിവെക്കുകയും ചെയ്തു. അതിൽ പരമാവധി ശിക്ഷ നൽകാവുന്ന രീതിയിൽ തന്നെയാണ് ഈ കാര്യങ്ങൾ നൽകിയിട്ടുള്ളത്. ജസ്റ്റിസ് ജുവനൈൽ ആക്ട് IPC 302 വകുപ്പ് പ്രകാരം ജീവപര്യന്തവും മറ്റ് വകുപ്പുകളിലെല്ലാം കൂടി ചേർത്ത് 28 വർഷത്തെ തടവും അങ്ങനെ ആകെ 1,70,000 രൂപ പിഴയും ഒടുക്കണമെന്ന് തന്നെയാണ് കോടതി ഒടുവിൽ പറഞ്ഞത്. കോടതി വാദഘട്ടത്തിലോ അല്ലെങ്കിൽ ഇപ്പോൾ വിധി പറയുന്നതിന് മുമ്പൊക്കെ അതിൻ്റെ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടൊക്കെ ഈ കേസിനെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചത്? കാരണം പിതാവ് തന്നെ പ്രതിയാകുന്നു, പിതാവാണ് ഈ മകളെ കൊലപ്പെടുത്തുന്നത്. അങ്ങനെ ഈ സമൂഹത്തിൽ മറ്റൊരു റയറസ്റ്റ് കേസായി അല്ലെങ്കിൽ ഇതിനെ കാണുന്നില്ല എന്ന് പറയുമ്പോഴും മറ്റെന്തെങ്കിലും അടയാളപ്പെടുത്തലുകൾ, പരാമർശങ്ങൾ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടോ? പ്രധാനമായിട്ടും സ്വന്തം കുഞ്ഞിനെ കൊലപ്പെടുത്തിയ അച്ഛൻ, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതിൽ ഈ അച്ഛൻ പറഞ്ഞിരുന്ന കാര്യം എന്ന് പറയുന്നത് മകളെ നോക്കാൻ മറ്റാരുമില്ല, അതുകൊണ്ട് എനിക്ക് കൊലപ്പെടുത്തേണ്ടി വന്നു എന്നതായിരുന്നു ആദ്യഘട്ടത്തിൽ ഇയാൾ നൽകിയ ഒരു വിചിത്രമായ മൊഴി. പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിലും മറ്റുമൊക്കെയാണ് ഇയാൾ ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത് ഈ മകളെ കൊലപ്പെടുത്തിയ ശേഷം കോയമ്പത്തൂരേക്ക് കടന്ന് അവിടെ വച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ. പക്ഷേ കൂടുതൽ ചോദ്യം ചെയ്യലിലും മറ്റുമൊക്കെ വെളിവായത് ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തിയതിനോടൊപ്പം തന്നെ ഈ കുഞ്ഞിനെ മുട്ടാർ പുഴയിൽ ഉപേക്ഷിച്ച ശേഷം ഇയാളും പുഴയിൽ ചാടി മരിച്ചു എന്ന രീതിയിൽ വരുത്തത്തക്ക രീതിയിലുള്ള കാര്യങ്ങളാണ് ഇയാൾ ചെയ്തു വെച്ചത്. അതിനുശേഷം ഇദ്ദേഹം കാറുമായിട്ട് കടന്നു കളയുകയായിരുന്നു. അങ്ങനെയാണ് ഈ കുടുംബം പരാതി നൽകുന്നത് തന്നെ കുഞ്ഞിനെയും അച്ഛനെയും കാണുവാനില്ല എന്നതാണ്. അതിനുശേഷം പിറ്റേ ദിവസം, പരാതിയുടെ പിറ്റേ ദിവസമാണ് ഈ കുഞ്ഞിൻ്റെ മൃതദേഹം കിട്ടുന്നത്. ആ ഘട്ടത്തിൽ പോലും പോലീസ് കരുതിയത് ഈ അച്ഛനും ഇതിൻ്റെ ഒപ്പം മരിച്ചിട്ടുണ്ടാകും എന്ന് തന്നെയാണ്. അങ്ങനെ 2 ദിവസക്കാലം ഈ പുഴയിൽ തിരച്ചിൽ നടത്തി സനു മോഹന് വേണ്ടി, പക്ഷേ കിട്ടിയില്ല. അതിനുശേഷമുള്ള പോലീസിൻ്റെ വിശദമായ അന്വേഷണത്തിലാണ് ഇയാൾക്ക് സാമ്പത്തിക ബാധ്യതകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാകുന്നത്. അങ്ങനെ ഇയാളുടെ മൊബൈൽ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി. ആ മൊബൈൽ പിന്നീട് ബീഹാറിൽ നിന്ന് കണ്ടെടുക്കുന്നു. പിന്നീട് 1 മാസക്കാലം നീണ്ട അന്വേഷണത്തിനൊടുവിൽ ഇയാളെ പിടികൂടുന്നു. ഇയാളെ പിടികൂടിയപ്പോഴും ആദ്യഘട്ടത്തിൽ ഇയാൾ ഈ കാര്യങ്ങളൊന്നും സമ്മതിച്ചില്ല എങ്കിൽ പോലും പിന്നീടുള്ള പോലീസിൻ്റെ നിരന്തരമായ ചോദ്യം ചെയ്യലിൽ കൃത്യമായ രീതിയിൽ ഇയാൾ എന്താണ് സംഭവിച്ചതെന്ന് പിന്നീട് പറയുകയുണ്ടായി. അതിൽ തന്നെ പ്രധാനമായിട്ടും പോലീസ് സ്വീകരിച്ച നടപടി തെളിവെടുപ്പ് ഉൾപ്പെടെ നടത്തി ഇയാളെ തന്നെ പ്രധാന സാക്ഷിയാക്കി എന്നതാണ്. അങ്ങനെ ആ സാക്ഷിയാക്കിയ ഒരു വ്യത്യസ്തമായ പ്രതി തന്നെ സാക്ഷിയാകുന്ന വ്യത്യസ്തമായൊരു കേസ് കൂടിയായിട്ട് ഇത് മാറി. 85 ദിവസം നീണ്ട അന്വേഷണവും മറ്റും കാര്യങ്ങൾക്കൊടുവിൽ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു. എന്തായാലും പ്രതിക്ക് തക്കതായ ശിക്ഷ, അതായത് ജീവപര്യന്തം ശിക്ഷ ലഭിച്ചിരിക്കുന്നു. കൂടാതെ 28 വർഷത്തെ തടവും 1,70,000 രൂപ പിഴയുമാണ് കോടതി വിധിച്ചിട്ടുള്ളത്. നാൾ വഴികളിലൂടെ ഒരിക്കൽ കൂടി വന്നു കഴിഞ്ഞാൽ ശ്യാമ, കാരണം ഈ കേസിൽ
പല സംസ്ഥാനങ്ങൾ, കാരണം അഞ്ചിലേറെ സംസ്ഥാനങ്ങളിലാണ് പോയി പോലീസ് തെളിവെടുപ്പ് നടത്തുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട മൊബൈലടക്കം ഉള്ള കാര്യങ്ങളും ഒക്കെ ശേഖരിക്കുന്നത്. അപ്പോൾ എത്രത്തോളം കോൺക്രീറ്റ് എവിഡൻസ് ആണ് ഈ കേസിൽ പ്രോസിക്യൂഷനെ സംബന്ധിച്ചോളം, പോലീസിനെ സംബന്ധിച്ചോളം സ്ഥാപിക്കാനായത്? ആ നാൾ വഴികളിലൂടെ ഒരിക്കൽ കൂടി ശ്യാം. പ്രജീഷ, അതായത് ഈ കേസ് നടക്കുന്നത് 2021 മാർച്ച് 21-നാണ്. ഈ 2021 മാർച്ച് 21-ന് ഈ എറണാകുളത്തെ ഈ കങ്ങരപ്പടിയിലെ വാടക വീട്ടിൽ നിന്നും ഫ്ലാറ്റിൽ നിന്നും ഈ ഭാര്യ രമ്യയും കുഞ്ഞുമായിട്ട് ഇയാൾ ഭാര്യ വീട്ടിലേക്ക് പോകുന്നു. അവിടെ ഭാര്യയാക്കിയ ശേഷം കുഞ്ഞിനെ അമ്മാവനെ കാണിക്കുവാൻ വേണ്ടി കൊണ്ടുപോകണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കുഞ്ഞുമായി പോവുകയാണ്. അതിനുശേഷം കുഞ്ഞുമായി എത്തി ഫ്ലാറ്റിലെത്തി കുഞ്ഞിന് മദ്യം നൽകുന്നു. ഈ മദ്യം നൽകി ബോധരഹിതയായ കുഞ്ഞിനെ ഈ മുട്ടാർ പുഴയിൽ തള്ളുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മുട്ടാർ പുഴയിൽ ഈ കുട്ടി വെള്ളം കുടിച്ചാണ് മരിക്കുന്നത്. അങ്ങനെ മരണത്തോട് മല്ലടിക്കുന്നു. അതിനുശേഷം ഇയാൾ കടന്നു കളയുകയാണ്. കോയമ്പത്തൂർ, ചെന്നൈ, ഗോവ എന്നീ പ്രധാന ഇടങ്ങളിലേക്ക് ഇയാൾ പോകുന്നു. അപ്പോഴും കുടുംബം നൽകിയ പരാതി എന്ന് പറയുന്നത് അച്ഛനെയും കുഞ്ഞിനെയും കാണാനില്ല. ഈ അമ്മ പോലും അത്തരത്തിൽ ഈ അച്ഛനിങ്ങനെ കൊലപ്പെടുത്തുമെന്ന് പോലും ചിന്തിച്ചിട്ട് പോലുമില്ല. അയാൾ നേരത്തെ പ്രീ പ്ലാൻഡായിട്ട് ചെയ്ത ഒരുക്കി വച്ചിരുന്ന ഒരു കാര്യങ്ങളാണ്. ആ കൃത്യങ്ങൾ കൃത്യമായി അയാൾ അവിടെ ആസൂത്രണം ചെയ്ത് അവിടെ നടപ്പാക്കി. അങ്ങനെയാണ് ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തി ഇയാൾ കടന്നു കളയുന്നത്. മൊബൈൽ നാട്ടിൽ ഉപേക്ഷിച്ച ശേഷമാണ് ഇയാൾ കടന്നു കളയുകയും ചെയ്യുന്നത്. പക്ഷേ പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഈ സനു മോഹൻ തന്നെയാണ് പ്രതിയെന്ന് മനസ്സിലാകുന്നത്. ആദ്യഘട്ടത്തിൽ ഈ രണ്ടു പേർക്കും വേണ്ടിയിട്ടുള്ള തെരച്ചിൽ നടത്തി. കുഞ്ഞിനെ കിട്ടുന്നു. കുഞ്ഞിനെ കിട്ടിയ ശേഷം പിന്നീട് സനു മോഹന് വേണ്ടി 2 ദിവസം കൂടി പോലീസ് പുഴയിലും മറ്റുമൊക്കെയായിട്ട് തിരയുന്നു. അപ്പോഴെല്ലാം ഈ ആളുകളെയെല്ലാം കബളിപ്പിച്ച് മറ്റൊരിടത്തു നിന്ന് ഇതെല്ലാം ഇയാൾ കാണുന്നുണ്ടായിരുന്നു എന്നതാണ് മറ്റൊരു വിചിത്രമായ കാര്യം. ഇതിന് ശേഷം പിന്നീട് പോലീസ് മറ്റു സുഹൃത്തുക്കളെയും മറ്റുമൊക്കെ ചോദ്യം ചെയ്തു. ആ ചോദ്യം ചെയ്യലിൽ നിന്നാണ് ഇയാൾക്ക് മറ്റ് സാമ്പത്തിക ഇടപാടുകളും കടബാധ്യതകളുമുണ്ട് എന്ന് മനസ്സിലാകുന്നു. 2016 മുംബൈയിൽ ഏകദേശം കോടികളുടെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇയാൾ പ്രതിയായിരുന്നു. ആ കേസിൽ ഇയാളെ ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തിയ കേസിൽ പിടികൂടിയ ശേഷം പിന്നീടാണ് മുംബൈ പോലീസ് ഇവിടെ വന്ന് ആ കേസിൽ അറസ്റ്റ് ചെയ്യുകയും മറ്റ് കോടതി നടപടികളിലേക്കൊക്കെ നീങ്ങുകയും ഒക്കെ ചെയ്തു. മുമ്പും ഇത്തരത്തിൽ ഈ സാമ്പത്തിക ക്രമക്കേടിൻ്റെ പേരിൽ കുറ്റവാളിയായ ഒരാൾ തൻ്റെ മകളെ കൊലപ്പെടുത്തി യാതൊരുവിധ കൂസലുമില്ലാതെ മറ്റൊരിടത്ത് ജീവിക്കുവാൻ വേണ്ടി പോവുകയാണ് അയാൾ ചെയ്തത്. അയാളെ കേരള പോലീസ് പിടികൂടുന്നു. 85 ദിവസങ്ങൾ കൊണ്ട് കുറ്റപത്രം സമർപ്പിച്ച 5 കുറ്റങ്ങൾ കൃത്യമായ രീതിയിൽ അതിൻ്റെ കൃത്യമായ ശാസ്ത്രീയമായ തെളിവുകളെല്ലാം ശേഖരിച്ച് കോടതിയിൽ കൈമാറുന്നു. ആ കോടതിയിലെ വിചാരണ നടപടികളെല്ലാം പൂർത്തിയാക്കി വരുമ്പോൾ ഈ 5 കുറ്റങ്ങളും നിലനിൽക്കും എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. അങ്ങനെ പോലീസിൻ്റെ ഒരു അക്ഷീണമായിട്ടുള്ള ഒരു പരിശ്രമം അതിന് വിജയം കണ്ടുവെന്ന് പറയാം. കാരണം ഈ 5 കുറ്റങ്ങളും നിലനിൽക്കും എന്ന് കോടതി കണ്ടെത്തുകയും ചെയ്തു. അങ്ങനെ കണ്ടെത്തിയ ഒരു ഘട്ടം തന്നെ പോലീസിന് വളരെ സന്തോഷകരമായൊരു കാര്യം. മുമ്പ് നാം കണ്ടതാണ്. മുമ്പ് വണ്ടിപ്പെരിയാറിലും മറ്റുമൊക്കെ പ്രതി വെറുതെ വിടുന്ന ഒരു സാഹചര്യം. അതായത് വളരെ പ്രധാനപ്പെട്ട വിധിയുടെ വിവരങ്ങൾ പങ്കുവെച്ചത്. മകളെ കൊലപ്പെടുത്തിയ ക്രൂരനായ പിതാവിന് ജീവപര്യന്തം തടവ് ശിക്ഷ. വൈഗ കേസിൽ സനു മോഹന് 28 വർഷത്തെ തടവ് ശിക്ഷയാണ് കോടതി